ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഗാർഡൻ കാണിക്കാനാണ്. ഗാർഡൻ എന്ന് പറയുമ്പോൾ മട്ടുപ്പാവിലെ പച്ചക്കറി പൊന്നിൻ ചിങ്ങം എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഉണ്ട് പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല മല്ലികപ്പൂവും പിന്നെ കാശിത്തുമ്പപ്പൂവും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഇനി ഓണമൊക്കെ ആയാൽ മതി, പൂവിടാനൊക്കെ പൂവൊക്കെ റെഡിയായി നിൽക്കുകയാണ്. പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പച്ചക്കറി ഇങ്ങനെ ഉണ്ടാകുന്നു. പച്ചമുളകൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പൂമ്പാറ്റകളൊക്കെ പാറി നടക്കുന്നുണ്ട്. നമ്മുടെ കാശിത്തുമ്പയൊക്കെ വിരിഞ്ഞ് കഴിയാറായി, ഇനിയും ഉണ്ടാവും. ഓണമൊക്കെ ആകുമ്പോഴേക്ക് ഇവിടെ ഇത് തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെണ്ടുമല്ലി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓണത്തിന് പൂവിടാം, പിന്നെ മാല കോർക്കാം ഒക്കെ ചെയ്യാം. ഇവിടെ പൂജയൊക്കെ ഉണ്ടാവുകൊണ്ട് പൂജയ്ക്ക് മാല കോർക്കാൻ വേണ്ടി ഞാൻ ഇന്ന് തന്നെ ഇത് പറിക്കുന്നുണ്ട്, കുറച്ച് പറിക്കുന്നുണ്ട്. അപ്പം ആദ്യം ഉണ്ടായതൊക്കെ വാടിത്തുടങ്ങി, എങ്കിലും ഇപ്പോൾ നിറച്ച് പൂവ് മാത്രമായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇലകളൊക്കെ കരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നല്ലൊരു വളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൃഷിഭവനിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃഷിത്തോട്ടം കാണാനൊക്കെ. അപ്പോൾ കൃഷിത്തോട്ടം കണ്ടപ്പോൾ അവർ പറഞ്ഞു നല്ല ഒരു പ്രോട്ടീൻ വളമുണ്ട്, അപ്പോൾ അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു തന്ന പ്രകാരം ഞാൻ ഉണ്ടാക്കി ഇന്നലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ആ ടിപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പച്ചക്കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ തക്കാളി തൈ ഇതാ രണ്ടാമതും മൂന്നാമതൊക്കെ വളം കൊടുത്ത് ഇത്ര വലുപ്പം വെച്ച് നിൽക്കുകയാണ്. ഈ തക്കാളി ഇതാ അതിലുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴേക്ക് അതിന് കേട് വന്നിട്ടുണ്ട്. പുഴുക്കേടല്ലത്, കാൽസ്യത്തിൻ്റെ കുറവുണ്ട് തോന്നുന്നു, അളിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ എവിടെയും പൂക്കൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. നിത്യകല്യാണി നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് നിത്യകല്യാണി. പിന്നെ തുളസി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെണ്ടുമല്ലി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറിക്കും ഞാൻ, എന്നാലും അതിലിങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇവിടെ 2 പയർ നിന്നായിരുന്നു ഇന്നലെ, ഇന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. പയർ കൊണ്ടുപോകാൻ ഇവിടെ തത്ത വരുന്നുണ്ട്. തത്ത വന്ന് പയറൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കിട്ടില്ല. കുരു ആയി കഴിഞ്ഞാൽ തത്ത വന്ന് പറിച്ചിട്ട് പോകും, അല്ലെങ്കിൽ അത് കുത്തിയിട്ട് കുരു മാത്രം എടുത്തിട്ട് പോവാറുണ്ട്. ഇന്ന് നമ്മുടെ പണി എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു 5 വർഷത്തോളം ആയിട്ടുണ്ടാവും. ഈ 5-4 വർഷമൊക്കെ ആ കൊറോണ ആരംഭിച്ച മുതലേ നമ്മൾ കൃഷിപ്പണി തുടങ്ങിയതാണ്. അന്ന് മുതലേ ഉള്ളതാണ് ഈ ഗ്രോ ബാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് ഗ്രോ ബാഗും കൂടിയും കിട്ടാനില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഞങ്ങൾ ഓട് വെച്ചിട്ടുണ്ടാക്കിയ പിന്നെ ഗ്രോ ബാഗാണിത്. ഓട് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഓട് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇതിലായിരുന്നു ഞങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ അതിൽ ഒന്നുമില്ല, ഇതിലൊക്കെ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മണ്ണൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇനി പുതിയൊരു കൃഷി കൂടി ഉണ്ടാക്കാൻ പോവുകയാണ്, കൃഷിത്തോട്ടം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിറച്ചും ഉണ്ട്. പന്തലിലൊക്കെ നമ്മൾ നിത്യവഴുതന പടർന്നിട്ടുണ്ട്. എന്നാലും ഈ മണ്ണൊക്കെ മാറ്റി ഇതൊക്കെ നല്ല മണ്ണാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് അടുത്തതിൽ വരുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ മണ്ണൊക്കെ മാറ്റി ഗ്രോ ബാഗൊക്കെ മാറ്റി, ഇതൊക്കെ ഗ്രോ ബാഗ് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ മാറ്റി ഇതിൽ ചാണകപ്പൊടിയും പിന്നെ വളങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇത് പുതിയ മണ്ണാക്കി റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ വീണ്ടും ഒന്നുകൂടി കൃഷി വിപുലപ്പെടുത്താൻ പോവുകയാണ്.
ഏതായാലും പ്രചോദനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യണം എന്നല്ലേ തോന്നുക കൃഷിയൊക്കെ. അപ്പോൾ അതേപോലെ എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ ഉണ്ടല്ലോ, കൃഷിഭവൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ കൂടുതൽ കൃഷി നന്നാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഇത് മഞ്ഞളാണ് കേട്ടോ. മഞ്ഞൾ ഞാൻ ഗ്രോ ബാഗിൽ വെച്ചതാണ്. ഈ വർഷം മാങ്ങഞ്ചിയല്ല കൂടുതലുള്ളത്, മഞ്ഞളാണ്. അപ്പോൾ മഞ്ഞളിപ്പോൾ നല്ലതാണല്ലോ, അപ്പോൾ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാനൊക്കെ നല്ല സാധനമാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞളാണ് കൂടുതൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണിത്. അപ്പോൾ ഇത് ഇതിൻ്റെ വലുപ്പം വന്നിട്ടുണ്ട് കേട്ടോ, മഞ്ഞൾ വലുതായിട്ട്. ഇവിടെ ഉണ്ട് 2 തക്കാളി ഉണ്ടാവുന്നു. എപ്പോഴാണോ തത്തയോ കിളികളോ ആരെങ്കിലും കണ്ടാൽ അത് കൊണ്ടുപോവുകയും ചെയ്യും. ഇവിടെയുണ്ട് കാശിത്തുമ്പൊക്കെ, ഇവിടെയുണ്ട്. വഴുതന ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് നിത്യവഴുതനയാണ്. ആ, ഇത് ഫുള്ളതാണ്. അതിപ്പോ കിട്ടിയതാ. ഞാൻ ആദ്യമായിട്ട് ഇതിപ്പോ ഉണ്ടായിട്ടാ കഴിക്കണേ. ഉണ്ടായിണ്ടോ? അതെ അതെ അതെ. ഉണ്ടാവണുണ്ടോ കമ്പിയില്ലേ? അതെ, ഇതിപ്പോ ഒരു കമ്പിയല്ല, പൈപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ വയർ വെച്ചിട്ട് വലിച്ചു കെട്ടിയതാ. അതെ, ഒന്നും കൂടി ടെലിഫോണിലൊക്കെ കമ്പിയില്ലേ അങ്ങനത്തെ ഒരു പയറുതാ വള്ളിണ്ടേ. ഇതാ ഈ എന്തിലാണത്? ഇതൊന്നും ഇങ്ങനെ വരിക. ഇതണ്ടോ വെള്ള ഉണ്ടമുളക് കണ്ടോ? നല്ല എരിവാണത്. ഒന്ന് മതി. അതെ അതെ, അത് ചകിരിച്ചോറേ. ആട്ടുംകാട്ടം ചെലപ്പോ കിട്ടാറുണ്ട്. നല്ല രൂപ. അതെ അതെ, വെണ്ട ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ അറുത്ത് കൊറേ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇതൊക്കെ ചെയ്ത് നോക്കണേ. അതെ അതെ അതെ. അത് ഈ വള്ളി ഉണ്ടല്ലോ, ഇതുമാതിരി ചാക്കെന്തേലും വെച്ചിട്ട് ഒരു 2 കണക്കിന് പൊടി മണ്ണിട്ടുക, അതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്ത് അതിലങ്ങനെ പറഞ്ഞു. അപ്പൊ ആ കമ്പനി കാര്യങ്ങളും അതിന്റെ ഒപ്പം ഇങ്ങനെ വേറെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് പൂക്കളൊക്കെ അറുത്തിട്ടുണ്ടേ. വേണ്ട പൂമ്പാറ്റയൊക്കെ എങ്ങനെ ഇരിക്കുന്നു. അയ്യോ, പൂക്കളൊക്കെ അറുത്ത് പൂജയ്ക്കുള്ള പുഷ്പങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇന്ന്. അപ്പം ഇനി ഓണാകുമ്പോഴേക്കും ഇനിയും നന്നായി ഉണ്ടാവട്ടെ. കുറേയൊക്കെ അറുത്തിട്ടുണ്ട്. പിന്നെ തുളസിയാണ് കൂടുതൽ പൊട്ടിച്ചത്. തുളസി ഇവിടെ നിറച്ചുണ്ട്. അപ്പോൾ അതാണ് കൂടുതൽ പൊട്ടിച്ചെടുത്തത്. ഒക്കെ കതിരിട്ട് നിൽക്കുകയാണ്. അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബായ്.